നമ്മുടെ പുരാണ കഥകളിൽ മാത്രം കേട്ടറിവും കണ്ടറിവും ഉള്ള നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെ കല്യാണം ഇന്ന് നേരിട്ട് കാണാൻ പോവുക. ഒരു വെറൈറ്റി കല്യാണം, കൊട്ടും ആർപ്പുവിളിയും പാട്ടും ബഹളവും നൃത്തങ്ങളും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു കല്യാണം. അതെ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ സപ്താഹം നടക്കാൻ തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 5-ാമത്തെ ദിവസമാണ്. ഇന്നാണ് നമ്മുടെ കണ്ണൻ്റെ കല്യാണം ഇവിടെ നടക്കുന്നത്. എല്ലാവരും നമ്മുടെ ഒരു കല്യാണത്തിന് പോകുന്ന ആരവത്തോടു കൂടി തന്നെ ഒരുങ്ങി സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ല, കുറേ തോഴിമാർ നടന്നു പോകുന്നത്. ഇത് നമ്മുടെ രുക്മിണിയുടെ തോഴിമാരാണ് കേട്ടോ. നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് നമ്മുടെ രുക്മിണീനെ ഒരുക്കി കണ്ണനും രുക്മിണിയായിട്ട് നേരെ നമ്മുടെ യജ്ഞവേദിയിലേക്ക് കയറി വരുന്ന രംഗമാണ് ഇത്തിരി നേരത്തെ നമ്മൾ കണ്ട കൊട്ടും ആർപ്പുവിളിയൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനാണ് കേട്ടോ ഇവിടുത്തെ സപ്താഹാചാര്യൻ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇന്ന് നല്ല ഒന്നാന്തര സദ്യയും കൂടെ നമ്മുടെ കണ്ണൻ്റെ കല്യാണം മനസ്സ് കുളിർക്കെ കാണുകയും ചെയ്യാം. കൈകൊട്ടും പാട്ടും ബഹളവും ഉണ്ട്. എൻ്റെ കുട്ടി അതിൻ്റെ കൂട്ടത്തിലിരുന്ന് കൈകൊട്ടി പാടിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇത്രയും നല്ലൊരു കല്യാണം ഇപ്പം ഇനി ഈ കാലത്തൊന്നും നമ്മുടെ മനുഷ്യരുടെ ഇടയിൽ കാണാൻ പറ്റത്തില്ല. ഇത്രയും നല്ലൊരു കണ്ണിന് കുളിർമയേകുന്ന ഒരു കല്യാണം നമ്മുടെ കണ്ണൻ്റെ കല്യാണം തന്നെയാണ്. കണ്ണനെ രാധനെ രുക്മിണീനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശാന്തി നേരെ പുറത്തേക്ക് പോവുകയാണ്. യജ്ഞവേദിയിലൂടെ അവർ രണ്ടുപേരും നടന്നു വരുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അതൊക്കെ കണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിൻ്റെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തന്നെ. അത് വേറെ എത്ര കല്യാണം കൂടിയാലും കിട്ടത്തില്ല. അങ്ങനെ നേരെ നമ്മുടെ യജ്ഞവേദിയിലേക്ക് അവർ രണ്ടുപേരെയും കൊണ്ടുവന്ന് അതിന് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒറ്റത്തവണയെങ്കിലും ഈ രുക്മിണി സ്വയംവരം കാണുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ കണ്ടിട്ടുള്ളവരും പങ്കെടുത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇങ്ങനെ ഒരു രുക്മിണി സ്വയംവരം എനിക്ക് ഒരുപാട് തവണ കാണാനുള്ള ഭാഗ്യം ഉണ്ടായതിൽ ഞാൻ വളരെ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയായിട്ടാണ് കേട്ടോ കാണുന്നത്. കാരണം എൻ്റെ അച്ഛൻ്റെ വർക്ക് ഇതായതുകൊണ്ട് ഒരുപാട് വേദികളിൽ എനിക്ക് രുക്മിണി സ്വയംവരം കാണാൻ പോകാൻ പറ്റിയിട്ടുണ്ട്. ഇത് കാണുന്ന ഒരു വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കണ്ടില്ലേ, കൃഷ്ണൻ്റെ രൂപത്തിലും രുക്മിണിയുടെ രൂപത്തിലും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ കുട്ടികളെ കാണുമ്പോൾ തന്നെ എൻ്റെ പൊന്നോ വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിൽ. ഇത് കല്യാണശേഷം നമ്മുടെ അടുത്തുള്ള ചേച്ചിമാരുടെ തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കൂട്ടുകാരുടെ അമ്മയുണ്ട് കേട്ടോ ഈ തിരുവാതിര കളിയിൽ. അങ്ങനെ അവരുടെ നല്ല ഒന്നാന്തര ഒരു തിരുവാതിര കളിയും ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നമ്മുടെ കല്യാണം കഴിഞ്ഞാലുള്ള ഡാൻസും വേളവും ഒക്കെ അനുസരിച്ച് തന്നെ അവരും നമ്മുടെ കണ്ണൻ്റെ കല്യാണത്തിലൊരു ഡാൻസൊക്കെ അങ്ങ് പ്രാക്ടീസൊക്കെ ചെയ്ത് അങ്ങ് സെറ്റാക്കി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു വലിയ നല്ലൊരു കാര്യമാണ്. പ്രദേശം മൊത്തം സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കുന്നൊരു ദിവസമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് നല്ല ഒന്നാന്തരൊരു തിരുവാതിര കളി, പിന്നെ നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു. ഈ ഡാൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ചേച്ചിയുടെ മേഴുവഴക്കവും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ നല്ലവണ്ണം ഡാൻസ് കളിക്കാനുള്ള ത്വര കൂടി വരുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. എന്തായാലും നമ്മുടെ ഇന്നത്തെ കണ്ണൻ്റെ കല്യാണ ദിവസം ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ബൈ.